ഈ സ്നേഹം ലഭിച്ചില്ല, എവിടുന്ന് കിട്ടും? നോ, അത് നിർത്തിയിട്ട് എൻ്റെ ഈ ശൂന്യത നന്നായി, എനിക്ക് യേശുവിനെ കൂടുതൽ ദാഹിക്കാം. എല്ലാ ശൂന്യതകളും യേശുവിന് വേണ്ടിയുള്ള ദാഹമാക്കി മാറ്റിയാൽ നിന്നെ ദൈവം ശക്തിയോടുകൂടി ഉപയോഗിക്കുവാൻ പോകുകയാണ്. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടെന്ന് പ്രതികരിച്ച് അക്ഷരാർത്ഥത്തിൽ കർത്താവിന്റെ സ്നേഹം കൂടെ ഒഴുകുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ശൂന്യത അനുഭവിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ കർത്താവ് നിറച്ചുകൊണ്ടിരിക്കുക. മറ്റൊന്നും കൊണ്ടല്ല നിറച്ചുകൊണ്ടിരിക്കുന്ന, സ്നേഹം കൊണ്ട് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാപിച്ചു കൊള്ളണം. ഈ നിലകളിൽ വളർന്നു വരുന്ന, ഇൻക്ലൂഡിങ് ഡെത്ത് ഓഫ് പേരൻസ്, അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ അവരുടെ ബാല്യകാലത്ത് തന്നെ ഈ സ്നേഹം ലഭിക്കാതെ വരുന്നതിനാൽ റിയാക്ഷൻസ് ഉണ്ട്. ആ റിയാക്ഷൻസ് കൂടെ പറഞ്ഞ് ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എങ്ങനെയാ ശൂന്യതയെ നികത്തുവാൻ കഴിയും അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുവാൻ പോകുകയാണ്. റിയാക്ഷൻസ് 2 നിലയിലാണ് കുഞ്ഞുങ്ങൾ റിയാക്ട് ചെയ്യുന്നത്. ഒന്ന്, സപ്രസ് ചെയ്തിട്ട് ഇന്റർണലൈസ് ചെയ്യും. 2, എക്സ്റ്റേണലൈസ് ചെയ്യും, ബഹിഷ്കരിക്കും. ചിലരതിനെ ഉള്ളിൽ ഒതുക്കും. 2 നിലയിലുള്ള ആളുകളുണ്ട്. ദുഃഖം വന്നു കഴിഞ്ഞാൽ ഉള്ളിലങ്ങ് ഒതുക്കും. ചിലരാണെന്നുണ്ടെങ്കിൽ അതിനെ എക്സ്പോസ് ചെയ്യും, ബഹിഷ്കരിക്കും. ഇന്റർണലൈസ് ചെയ്യത്തില്ല, എക്സ്റ്റേണലൈസ് ചെയ്യും. കുഞ്ഞുങ്ങളിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 2 നിലകളിലുള്ള കുഞ്ഞുങ്ങളാണ്. എക്സ്റ്റേണലൈസ് ചെയ്യുന്ന കുഞ്ഞുങ്ങളും ഇന്റർണലൈസ് ചെയ്യുന്ന കുഞ്ഞുങ്ങളും. ഇന്റേണലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ അപ്പന്റെ സ്നേഹം ലഭിച്ചില്ല, അമ്മയുടെ സ്നേഹം ലഭിച്ചിട്ടില്ല. ഇന്റേണലൈസ് ചെയ്യുകയാണെങ്കിൽ അത് ഇമോഷണൽ ഇൽനെസ്സിലേക്ക് ആ കുഞ്ഞിനെ നയിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കും. ഇമോഷണൽ ഇൽനെസ്, കഴിഞ്ഞ ദിവസം പറഞ്ഞ ഇമോഷണൽ ഇൽനെസ് എല്ലാം ഉണ്ടാകും. ഇതൊരു കുഞ്ഞ് എക്സ്റ്റേണലൈസ് ചെയ്യുകയാണെങ്കിൽ അതുമൂലം സോഷ്യൽ ഇൽനെസ് ഉണ്ടാകും, സാമൂഹിക രോഗങ്ങൾ ഉണ്ടാകും. ആ കുഞ്ഞിൽ നിന്ന് സാമൂഹിക രോഗങ്ങൾ. ഞാൻ തടവറയിൽ വെച്ച് രക്ഷിക്കപ്പെട്ട ഒരു പാസ്റ്ററുമായിട്ട് സമയം ചിലവഴിച്ചു. താനൊരു വ്യക്തിയെ എറണാകുളത്ത് വെച്ച് കുത്തിക്കൊന്നിരുന്നു. എന്നാൽ തടവറയിൽ വെച്ച് യേശുവിനെ കണ്ടുമുട്ടി. ഞാൻ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതറിയാവുന്നതിനാൽ ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തെ ചോദിച്ചു, നിങ്ങളുടെ ബാല്യം എങ്ങനെ ഉണ്ടായിരുന്നു? അദ്ദേഹം പറഞ്ഞു, എൻ്റെ ബാല്യമാണ് എന്നെ എങ്ങനെ ആക്കിയത്. തൃശ്ശൂരുകാരനാ. എൻ്റെ അപ്പൻ കള്ള് ഷാപ്പിലെ വെയിറ്ററായിരുന്നു. കള്ള് ഷാപ്പ് ഞങ്ങളുടെ വീട് തൊട്ടടുത്താണ്. ഞങ്ങളുടെ ആ മാടത്തിന് തൊട്ടടുത്താണ് കള്ള് ഷാപ്പ്. കള്ള് ഷാപ്പിൽ നിന്ന് അപ്പൻ തലേക്കെട്ടുമായിട്ട് എടാ കഴിവേ വിളിച്ചുകൊണ്ടാണ് വരുന്നത്. ഇവന് 2 നിലയിൽ ഈ അപ്പനോട് റിയാക്ട് ചെയ്യുവാൻ കഴിയും. ഒന്ന്, ഇന്റർണലൈസ് ചെയ്യുകയാണെങ്കിൽ ഇവന് ഓടിപ്പോയിട്ട് കട്ടിലിനടിയിൽ ഒളിഞ്ഞിരിക്കും, ഇന്റർണലൈസ് ചെയ്യുകയാണെങ്കിൽ. എന്നാൽ ഇവൻ ചെയ്തത് ഇന്റർണലൈസ് ചെയ്തില്ല, ഇവൻ എക്സ്റ്റേണലൈസ് ചെയ്തു. അപ്പൻ കഴുതേന്ന് വിളിക്കുമ്പോൾ ഇവൻ ഇവിടെ വന്നിട്ട് മറ്റെന്തെങ്കിലും പറഞ്ഞിട്ട് കല്ല് വലിച്ചെറിയും. 5 വയസ്സുള്ളപ്പോൾ അപ്പനെ എറിഞ്ഞാണ് അവൻ തുടങ്ങിയത്. എവിടെ വരെ എത്തിയെന്നറിയാമോ? കൊലപാതകത്തിൽ വരെ എത്തി. ഈ തടവറകളിൽ കിടക്കുന്ന സാമൂഹിക ഇൽനസ്, അതുമൂലമുള്ള തടവറകളിൽ കിടക്കുന്ന കുറ്റവാളികൾ, ആ കുറ്റവാളികളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ആർക്കാണെന്നറിയാമോ? കുടുംബമാണ് ആ കുറ്റവാളികളെ സൃഷ്ടിച്ചത്. സമൂഹത്തിന് ഉത്തരവാദിത്വമുണ്ട്, എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കുടുംബം. കുടുംബത്തിൽ ലഭ്യമാകേണ്ട സ്നേഹം ലഭിച്ചില്ല, കുടുംബത്തിൽ ലഭ്യമാകേണ്ട സമാധാനം ലഭിച്ചില്ല, കുടുംബത്തിൽ ലഭ്യമാകേണ്ട പങ്കുവയ്ക്കൽ ഉണ്ടായില്ല, ഷെയറിംഗ് ഉണ്ടായില്ല. അതിനാൽ അപ്പൻ കഴുതേന്ന് വിളിച്ചപ്പോൾ ഇവൻ കല്ലെടുത്തെറിഞ്ഞു, അവൻ കത്തിയെടുത്തു. 5-ാം വയസ്സിൽ തുടങ്ങി, പതുക്കെ തുടങ്ങി. ഇട്ടുകൊടുത്തു. നീ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെ എല്ലാം ഇടിപ്പടം നിന്റെ കുഞ്ഞിന് 24 മണിക്കൂറും തലമുറയെ നശിപ്പിക്കരുത്. ഞാൻ ആ ഭാഗം അപ്പന്മാരോടൊന്ന് പറയട്ടെ. നിങ്ങളിങ്ങനെ വളരെ സ്പിരിച്വൽ മാനേഴ്സ് ഒക്കെ സ്വീകരിച്ച് വെറുതെ ഇരിക്കുന്നവരാണ് എങ്കിൽ കുഞ്ഞുങ്ങൾക്ക് മറ്റു പലതിലുമായിരിക്കും താല്പര്യം. ഏറ്റവും കുഞ്ഞുങ്ങൾ അമ്മമാരെ ഒബ്സർവ് ചെയ്യുന്നതിൽ കൂടുതൽ അപ്പന്മാരെ ഒബ്സർവ് ചെയ്യും. നീ ഇപ്പോൾ നല്ലതുപോലെ ആത്മാവിൽ ആരാധിക്കുകയും കൈയടിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ വന്നാൽ അറിയാം, അവിടെ പായിട്ട് 2 പിള്ളേരും കൂടെ ചാടുക. അപ്പോഴോർത്തോണം വീട്ടിൽ അപ്പനും അമ്മയും ചാടുന്നവരാ, കൈയടിച്ച് അന്യഭാഷ പറയുന്നു. ഇന്ന് കാറിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ മോള് പറഞ്ഞു, ഞാനും കണ്ണു തുറന്ന് അന്യഭാഷ പറയാൻ തുടങ്ങി. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു കണ്ണു തുറന്ന് അന്യഭാഷ പറയണമെന്ന്. അവളത് കേട്ടിട്ട് കണ്ണു തുറന്ന് അന്യഭാഷ പറയുവാൻ തുടങ്ങി. നോക്ക്, നിന്റെ ജീവിതത്തിൽ ഈ ഒരു അത്ഭുതം സംഭവിക്കുകയാണെങ്കിൽ ഭവനാന്തരീക്ഷം മാറാൻ പോകുക. അടുക്കളയിൽ ആരാധന, ആമേൻ. ബെഡ്റൂമിൽ ആരാധന. പിള്ളേര് ആമേൻ സിനിമ കാണാൻ വേണ്ടിയല്ല, അവർക്ക് സീരിയൽ കാണാൻ വേണ്ടിയല്ല സമയം, അവർക്ക് ആത്മാവിൽ ആരാധിക്കണം. ഇപ്പൊ പറയുന്ന അന്യഭാഷ ഒറിജിനൽ സാധനമൊന്നുമല്ല, കേട്ടൊക്കെയാ പറയുന്നത്. എങ്കിലും അതിനെ നിരുത്സാഹപ്പെടുത്തരുത്. പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ അത് ഒറിജിനലിലേക്ക് വന്നോളും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വെറുതെ ഇരിക്കാതെ കൈയടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. ആ അന്തരീക്ഷം വളർന്നു വരികയാണെങ്കിൽ അറിയാതെ നിന്റെ മോൻ കുറച്ച് കഴിയുന്നുണ്ട് പറയും, ഡാഡി എനിക്കും ഒരു പാസ്റ്റർ ആകണം. പല പാസ്റ്റേഴ്സിന്റെ മക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾ പാസ്റ്റർമാരാകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ മറിച്ച് ചില വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ പറയും, എനിക്കൊരു പാസ്റ്ററെ കല്യാണം കഴിക്കണം.
ഡാഡിയെ പോലുള്ള പാസ്റ്ററെ തന്നെ വേണം. എന്തുകൊണ്ടാ? ആ സ്വാതന്ത്ര്യം പ്രാപിക്കണം കേട്ടോ, ആ വിടുതൽ പ്രാപിക്കണം. നിന്റെ വീട്ടിൽ ആത്മീക അന്തരീക്ഷം വെളിപ്പെടുവാൻ ഇടവരട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. എക്സ്റ്റേണലൈസ് ചെയ്യുന്നവരല്ലല്ലോ ഇതിനകത്തിരിക്കുന്നത്, ഇന്റേണലൈസ് ചെയ്തവരാണ്. ഇന്റേണലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇമോഷണൽ പ്രോബ്ലംസ് വേഗത്തിൽ ഞാൻ പറഞ്ഞങ്ങ് പോകാം. ഇമോഷണൽ പ്രോബ്ലംസിൽ ഉണ്ടാകുന്ന ആ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടാകുന്ന ചില ഇമോഷണൽ പ്രോബ്ലംസ് ശ്രദ്ധിക്കണം. ഡിനയൽ ആൻഡ് ഫാന്റസി എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ആബ്സെൻസ് ഓഫ് പേരൻസ്, അപ്പനോ അമ്മയോ ഇല്ല, അവരത് സങ്കല്പിക്കും. ഒരു റിയാക്ഷനാണ് ഡിനയൽ ഓഫ്. ബാല്യത്തിൽ തന്നെ അവരുടെ റിയാക്ഷനാണ്, അവർ സങ്കല്പിക്കും. അപ്പനുണ്ടെന്ന് അവരങ്ങ് സങ്കല്പിക്കും. അവർ തന്നെ അപ്പനോട് സംസാരിക്കും. ഡാഡി ഇല്ല, ഡാഡി വർഷത്തിലൊരിക്കൽ 2 വർഷം കൂടുമ്പോഴേ ഒരിക്കലേ വരത്തുള്ളൂ, എങ്കിലും അവരിങ്ങനെ നടന്നു തുടങ്ങും. ഡാഡി എന്തൊക്കെയുണ്ട് വിശേഷം? ഡാഡി ഉള്ളതായിട്ട് സങ്കല്പിക്കും. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത്, അവർ സെൽഫ് ഡിസെപ്ഷൻ ആകുന്നതിനാൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ടാകും. ഇതൊരു റിസർച്ചിന്റെ റിപ്പോർട്ടാണ്. ഒരു പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ടാകുവാൻ ഇടവരും. രണ്ടാമത് റീയൂണിയൻ. ഈ അപ്പൻ ഇല്ലാത്ത സാഹചര്യത്തിൽ വളർന്നു വരുന്ന കുഞ്ഞാണെന്നുണ്ടെങ്കിൽ അപ്പൻ മടങ്ങി വരും എന്നുള്ള പ്രതീക്ഷ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് മമ്മിയോട് ഇന്ന് ചോദിക്കും, മമ്മി ഡാഡി നാളെ വരുമോ? ഇല്ലടാ മോനെ, നാളെ വരത്തില്ല. പിറ്റേ ദിവസം ചെന്ന് ചോദിക്കും, ഡാഡി നാളെ വരുമോ? ഇല്ലടാ, നിന്നോട് ഇന്നലെ പറഞ്ഞതല്ലേ ഡാഡി നാളെ വരത്തില്ല. ഇതിൽ ഓർത്തുകൊള്ളുന്ന, അപ്പൻ മരിച്ചുപോയ ഒരു ഭവനത്തിൽ ആ അമ്മയോട് ഇന്ന് ചോദിക്കുകയാണെങ്കിൽ ആ അമ്മ അനുഭവിക്കുന്ന വേദന, മമ്മി ഡാഡി വരുമോ തിരിച്ച്, സ്വർഗത്തിൽ നിന്ന് വരുമോ തിരിച്ച്? ഓ, ആ അമ്മ അനുഭവിക്കുന്ന വേദന എത്ര ആയിരിക്കും. ഈ റീയൂണിയൻ പ്രതീക്ഷിക്കുന്നവർക്ക് വളർന്നു വരുമ്പോൾ പൊസസീവ്നെസ് ഉണ്ടാകും. പൊസസീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വ്യക്തി ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹം വേറെ ആരിലേക്കും പോകരുത്. എനിക്ക് മാത്രമേ ആ സ്നേഹം. അവർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പൊസസീവ്നെസ് ഉണ്ടാകും. അങ്ങനെ വളർന്നു വന്ന ഒരു പെൺകുട്ടി ഒരു വിവാഹം കഴിയുന്നുണ്ടെങ്കിൽ ഭർത്താവിന്റെ സ്നേഹം വേറെ ആർക്കും പോകരുത്. ആ ഭർത്താവ് വേറെ ഒരു പാസ്റ്ററോടോ വല്ലതും സംസാരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇവളുടെ സ്നേഹം പോകുന്ന കാണുമ്പോൾ ഹൃദയത്തിൽ നൊമ്പരമായിരിക്കും. ആ പൊസസീവ്നെസ്സിന്റെ ഒരു അടയാളമാണ് ഭർത്താവ് പുറത്തു പോയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ് മൊത്തം കാര്യങ്ങൾ പറയണം. എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷ കണ്ടു, ഓട്ടോറിക്ഷ കയറിയിട്ട് അയാൾ നല്ല സ്പീഡിലാണോ ഓടിച്ചത്, അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പൈസ എത്ര കൊടുത്തു, മൊത്തം കാര്യങ്ങളും അറിയണം. അതൊരു പൊസസീവ്നെസ്സിന്റെ അടയാളമാണ്. റീയൂണിയൻ പ്രതീക്ഷിക്കുന്നവർ, അപ്പന്റെ സ്നേഹം ലഭിച്ചില്ല, അമ്മയുടെ സ്നേഹം ലഭിച്ചിട്ടില്ല, അവർ വളർന്നു വരുമ്പോൾ ഒരു കൂട്ടർക്ക് അത് പൊസസീവ്നെസ് ആകുന്നു, മറ്റൊരു കൂട്ടർക്ക് അത് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആകുന്നു. ഇനി വേറൊരു കൂട്ടരുണ്ട് ഗിൽറ്റ് മായി നടക്കുന്ന. ബാല്യത്തിൽ തന്നെ അവർക്ക് സ്നേഹം ലഭിച്ചില്ല, അതൊരു ഗിൽറ്റായി, ഒരു കുറ്റബോധമായി. ആ ഗിൽറ്റിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? എനിക്ക് സ്നേഹം ലഭിക്കുവാൻ യോഗ്യതയില്ല. ആ കുഞ്ഞൊരു നിഗമനത്തിൽ എത്തിച്ചേർന്നു. പല കുഞ്ഞുങ്ങളിലും വിവിധങ്ങളാകുന്ന റിയാക്ഷൻസ് ആണ്. ആ കുഞ്ഞൊരു നിഗമനത്തിൽ എത്തിച്ചേർന്നു, എനിക്ക് സ്നേഹം ലഭിക്കുവാൻ യോഗ്യതയില്ല, ഞാനതിന് ഇൻഫീരിയർ ആണ്, സ്നേഹം ലഭിക്കുവാൻ തക്കവണ്ണം ഞാൻ ഇൻഫീരിയർ ആണ്. ഇങ്ങനെയുള്ളവരാണ് ബാഡ് ഹാബിറ്റ്സിൽ ചെന്നുപെടുന്നത്. അവരിൽ ബാല്യകാലത്ത് തന്നെ മാസ്റ്റർബേഷൻ എന്ന് പറയുന്ന ഒരു ദുശീലം അവരെ സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കറിയാമോ, ഇന്നത്തെ തലമുറയിൽ കൊച്ചു കുഞ്ഞുങ്ങൾ 5 വയസ്സ് 6 വയസ്സുള്ള കുഞ്ഞുങ്ങളിൽ വരെ രഹസ്യമായിട്ടുള്ള ഒരു സ്വാധീനിക്കുന്ന സ്വഭാവമാണ് മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത്. അതിൽ പല കാരണങ്ങളുണ്ട്. TV ഒരു പ്രധാനപ്പെട്ട സ്വാധീന ശക്തിയാണ്. അതോടൊന്നിച്ച് തന്നെ ഈ ഒരു പ്രശ്നം, സ്നേഹം ലഭിക്കാതെ വരുന്നതിനാൽ അവർ ഇൻഫീരിയർ ആകും. ഇൻഫീരിയർ ആയിട്ട് അവരൊരു നിഗമനത്തിൽ എത്തിച്ചേരും, എനിക്ക് സ്നേഹം ലഭിക്കുവാൻ യോഗ്യതയില്ല. അത് പരിഹരിക്കുവാൻ വേണ്ടി അവർ മറ്റ് ചിലതിലേക്ക് ട്രാക്ക് ചെയ്തിരിക്കും. ബാല്യത്തിൽ അവർ മാസ്റ്റർബേഷനിലേക്ക് പോകും, പിന്നെ അത് വളർന്നു വരുമ്പോൾ അഡിക്ഷൻസിലേക്ക് പോകും. എനിക്ക് വേറെ ആരുടെയും സ്നേഹം ലഭിക്കുവാൻ യോഗ്യതയില്ല, അതിനാൽ ഞാൻ മദ്യത്തെ സ്നേഹിക്കുന്നു, അവൻ കള്ളുകൂടി തുടങ്ങും. ഞാൻ ഇന്റർനെറ്റിനെ സ്നേഹിക്കുന്നു, അവൻ കമ്പ്യൂട്ടറിന് മുമ്പിൽ 24 മണിക്കൂറും ഇരിക്കും. ഞാൻ ഒബ്സൈൻ ലിറ്ററേച്ചറിനെ സ്നേഹിക്കുന്നു, അവൻ പുസ്തകങ്ങൾ വായിക്കുവാൻ തുടങ്ങും. ഞാൻ ഡ്രഗ്സിനെ സ്നേഹിക്കുന്നു, അതിൻ്റെ പിന്നിലേക്ക് പോകുന്നു. ഈ തലമുറയെ നിങ്ങൾ കാണുമ്പോൾ, ഇന്ന് ദുശീലങ്ങളിൽ പിടിപെട്ട് കിടക്കുന്ന തലമുറയെ കാണുമ്പോൾ, ആ കുഞ്ഞുങ്ങളെ അല്ല കുറ്റം പറയേണ്ടത്, അവർ വളർന്നു വന്ന പശ്ചാത്തലത്തെ കുറ്റം പറയുക. കുറ്റം പറയേണ്ട കാര്യമില്ല, പശ്ചാത്തലമാണ്. കാരണം യേശുവിന് മാത്രമേ അവരെ വിടുവിക്കുവാൻ കഴിയുകയുള്ളൂ. യേശുവിലേക്ക് തിരിയുകയാണെങ്കിൽ എല്ലാ ബാഡ് ഹാബിറ്റ്സിൽ നിന്നും യേശു നമ്മെ സ്വതന്ത്രമാക്കുവാൻ വിശ്വസ്തനാണ്. യൗവനക്കാരായിട്ടുള്ളവർ ആരെങ്കിലും ഇവിടെയുള്ള ഏതെങ്കിലും ബാഡ് ഹാബിറ്റ്സ്, രഹസ്യമാകട്ടെ, ഇൻക്ലൂഡിങ് മാസ്റ്റർബേഷൻ, ഏതെങ്കിലും ബാഡ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ ഇന്ന് ആ ബന്ധനം പൊട്ടും. വിശ്വസിച്ചാൽ, ഇപ്പോൾ വിശ്വസിച്ച് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ദുരാത്മാവിന്റെ സ്വാധീനം വിട്ടുപോകും.
അപ്പൻ്റെയും അമ്മയുടെ സ്നേഹം ലഭിക്കാതെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അതിൽ ഉണ്ടാകുന്ന ചില കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഒരു റിയാക്ഷനാണ് ഫിയർ. ആ ഫിയർ മൂലമായിട്ട് ഇപ്പോൾ അപ്പൻ മരിച്ചു പോയെങ്കിൽ അവനൊരു ഫിയർ ഉണ്ടാകും. അമ്മയെ മരിച്ചു പോകുമോ? ക്ലിങ്ങിങ് ടു ദ മദർ. അമ്മയോട് അങ്ങ് പറ്റിച്ചേരും. അപ്പൊ അമ്മ ടോയ്ലറ്റിൽ പോയാലും പുറത്തുനിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. അമ്മയോട് കൂടെ എപ്പോഴും പറ്റിച്ചേർന്ന് നിൽക്കണം. അമ്മയെ പുറത്തു വിടത്തില്ല, അമ്മയുടെ കൂടെ എപ്പോഴും ആയിരിക്കണം. അറിയാതെ ആ കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ വരും, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോകുമോ? അപ്പൻ എനിക്ക് നഷ്ടപ്പെട്ടു, അമ്മ എനിക്ക് നഷ്ടപ്പെടുമോ? ആ കുഞ്ഞ് വളർന്നു വന്നു കഴിഞ്ഞാൽ സുഹൃത്തുക്കളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വരും. നമ്മെ റിലേഷൻഷിപ്പ് ഒരു വലിയ പ്രധാനപ്പെട്ട പ്രോബ്ലമാണ്. ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകുമോ? ഭർത്താവിനെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ? ഭർത്താവ് മരിച്ചു പോകുമോ? കുഞ്ഞുങ്ങളായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ 80 വയസ്സ് വരെ ഈ ഭീതിയിലായിരിക്കും ജീവിക്കുന്നത്. ഇന്ന് പകൽ ഞാൻ ഫിയറിനെ കുറിച്ച് പറഞ്ഞു. ചിലരുടെയൊക്കെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലമായിരുന്നു. ഒരു വലിയ ഫിയറിൻ്റെ, ഒരു ഭയത്തിൻ്റെ നിഴല് തന്നെ എന്നെ എപ്പോഴും അനുഗമിക്കുക. എന്തൊക്കെയോ എനിക്ക് നഷ്ടപ്പെടുവാൻ പോകുന്നു, അനർത്ഥങ്ങളെ കുറിച്ചുള്ളൊരു ആശങ്ക, എന്തോ സംഭവിക്കുവാൻ പോകുന്നു. അങ്ങനെ ആരെങ്കിലും ഇതിന്റെ നടുവിലുണ്ടോ? കണ്ണാടിയിൽ നോക്കുമ്പോഴും പിന്നിൽ ഒരു നിഴല് നിൽക്കുകയാണ്. അതൊരു ബന്ധനമാണ്. യേശുവിന്റെ കരങ്ങളിലിരിക്കുന്ന ഒരു ദൈവവൈതലാ നീ. നിന്നെ തൊടാൻ ഒരു പിശാചിനും കഴിയത്തില്ല. ഒരു പിശാചിനും നിന്നെ തൊടാൻ കഴിയത്തില്ല. ഈ ഫിയറോടുകൂടെ റിയാക്ട് ചെയ്യുന്ന കുഞ്ഞുങ്ങളായിരിക്കും വളർന്നു വരുമ്പോൾ ആങ്സൈറ്റി, ടെൻഷൻ, അങ്ങനെയുള്ള ഇമോഷണൽ ഇൽനെസ്സിലേക്ക് അവർ ഫൈനലി എത്തിച്ചേരും. ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് നടക്കുക. ഈ ഭാരങ്ങൾ വഹിച്ചുകൊണ്ട് നടക്കുന്നതിനെ കുറിച്ച് ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ ആരെങ്കിലും വ്യാകുലതകൾ, ഞാൻ പരാമർശിച്ചു, ഒരു പ്രാവശ്യം കൂടെ അതൊന്ന് പറഞ്ഞു പോകട്ടെ. വ്യാകുലതകൾ നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കരുത്. ആ ചുമടങ്ങ് താഴ്ത്തി വെക്കണം. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട എന്നാണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ചുമന്ന ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അതങ്ങ് താഴ്ത്തി വയ്ക്കുക. പ്രൈസ് ദി ലോർഡ്. ബാഗും ചുമന്നുകൊണ്ട് എയർക്രാഫ്റ്റിൽ കയറുന്ന മനുഷ്യരെ പോലെ. എയർ ഹോസ്റ്റസ് പറഞ്ഞു, ഇത് മേളി വെക്കാമല്ലോ, എന്തിനാ ഇത് ചുമക്കുന്നു? അയ്യോ അത് വേണ്ട, ഞാൻ തന്നെ ഇത് ചുമന്നോളാം. 2 കൈയുമായിട്ട് സീറ്റിൽ ബസ് ചുമടുമായിട്ടിരിക്കുകയാണ്. അതങ്ങ് താത്ത് വെക്കുന്ന. ഇതിനകത്ത് നല്ല ഒന്നാന്തരം ഭക്ഷണം കിട്ടും. നിനക്കത് നഷ്ടപ്പെട്ടു പോകും. ഈ 2 കൈയും പിടിച്ചിരിക്കുകയാണ്, നീ എങ്ങനെ അതിന് ഭക്ഷിക്കുന്നത്? പരിശുദ്ധാത്മാവ് നല്ല ഒന്നാന്തരം വിഭവങ്ങൾ വിളമ്പാൻ പോകുക. നീ ഈ ഭാരവും ചുമന്നുകൊണ്ട് ഇതിനകത്തിരുന്ന് കഴിഞ്ഞാൽ മനാവോ രാജാ യേശു ആയാ ഹേ ചിന്താ ചോടോ ഖുശിയാ മനാവോ. ഒത്തിരി പാട്ട് കയറി വരുന്നുണ്ട്. ചിന്താ ചോടോ ഖുശിയാ മനാവോ രാജാ യേശു आया है सब कुछ कराएंगे. ताली बज